എല്ലാവർക്കും നമസ്കാരം. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ ഒരുപാട് പുകഴ്ത്തുന്ന ആളുകളുണ്ടെങ്കിലും അവരുടെ തനി ഗുണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അൽ ജസീറ എന്ന് പറയുന്ന മീഡിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പണം മുടക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള വളരെ നല്ല ജേർണലിസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്ന് പണം മാത്രം മതി ഒരു ഇന്റർനാഷണൽ ലെവലിൽ നന്നായിട്ട് വെളുപ്പിക്കുന്ന ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഒക്ടോബറിൽ ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിൽ കയറി ചെയ്ത കാര്യത്തെ ലോകം മുഴുവൻ അപലപിച്ചപ്പോഴും പിന്നീട് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോഴാണ് അയ്യോ ഞങ്ങളെ തിരിച്ചു തല്ലുന്നത് എന്നുള്ള രീതിയിലൊക്കെ പല മീഡിയകളിലും വന്നതെങ്കിൽ പോലും ആ വെരി ഫസ്റ്റ് ഡേ ആദ്യ ദിവസം പോലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു സംഭവമാണ് ഈ അൽ ജസീറ പോലെയുള്ള കാര്യങ്ങൾ. അത് ഖത്തറിന്റെ കൺട്രോളിലാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയും സപ്പോർട്ടാണ് അവർ ഈ കാര്യങ്ങൾക്കൊക്കെ. സൗദി അറേബ്യയും UAEയും ഒക്കെ നിൽക്കുന്നത് പോലെയല്ല. ലിബിയയിൽ ഗദ്ദാഫിക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇറാഖിൽ സദ്ദാം ഹുസൈൻ എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ ഇവർ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതേ വിധി തന്നെ ഏറ്റുവാങ്ങാനുള്ള ഒരു നിൽപ്പാണ് ഖത്തറിൻ്റേത് എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാം. ഒരു റിസ്കിൽ തന്നെയാണ് ആ രാജ്യം. കാരണം കയ്യിലിരിപ്പ് ശരിയല്ല. ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ ഭരണത്തിൽ കയറിയിരിക്കുന്നു. ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഒരല്പം പേടിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹമാസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സംഘടനകൾക്കും ഏറ്റവും അധികം ഫണ്ട് ഒഴുക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പിന്തുണയ്ക്കുന്നതുമെല്ലാം നമ്പർ 1 ഖത്തറാണ്. ഇറാനൊക്കെ അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. അതായത് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത്, അതായത് അറിഞ്ഞും അറിയാതെയും ഔദ്യോഗികമായിട്ടും അല്ലാതെയും, ഇപ്പോൾ ഇസ്രായേൽ പോലും ഇവരെ എയ്ഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഗാസയിലേക്ക് പണം ഒഴുക്കാൻ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ പണവും ചെല്ലുന്നത് മുഴുവൻ ഹമാസിന്റെ കയ്യിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഔദ്യോഗികമായിട്ടും അല്ലാതെയും ഒക്കെ ഇവർക്കെല്ലാം ഫണ്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഖത്തർ എന്ന് പറയുന്ന രാജ്യമാണ്. കേരളത്തിന്റെ 4-1 വലുപ്പമേ ഉള്ളൂ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്. ഒരു 11,500 ചതുരശ്ര കിലോമീറ്റർ ഏരിയ ആണ് അതിനുള്ളതെങ്കിൽ കേരളം ഒരു 39,000 അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചെറിയൊരു രാജ്യമാണ്. ഇവിടെ ആകെ ഒരു 30 ലക്ഷം ആളുകളൊക്കെ ജീവിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട് 40 ലക്ഷം ആളുകൾ. എന്നാൽ വേറൊരു കാര്യമുണ്ട്. ഈ 30 ലക്ഷം ആളുകളിൽ ഒരു 3.5 ലക്ഷം ആളുകൾ മാത്രമേ ഈ ഖത്തറിലെ സിറ്റിസൺസ് ആയിട്ടുള്ളൂ, അവിടുത്തെ പൗരന്മാരായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഇന്ത്യയിൽ നിന്നും, ശ്രീലങ്കയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, നേപ്പാളിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ, അല്ലെങ്കിൽ ഫിലിപ്പൈൻസിൽ നിന്നും, ഈജിപ്തിൽ നിന്നും ഒക്കെ വന്നു നിൽക്കുന്ന, അവിടെ ഒരിക്കലും പൗരത്വം കിട്ടാൻ പോകാത്ത, അല്ലെങ്കിൽ അവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം പറയട്ടെ. ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ പ്രവാസികളായി നിൽക്കുന്നതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. അതിൽ നല്ലൊരു ഭാഗം മലയാളികളാണ്. പലരും പ്രവാസിയാവുന്ന അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇനി നിങ്ങൾ നാട്ടിലായാലും പ്രവാസിയായാലും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ കുടുംബം കഴിയുന്നതെങ്കിൽ നിങ്ങളില്ലാതായാൽ അവരുടെ സാമ്പത്തിക ഭദ്രത അവതാളത്തിലാകും. അതുകൊണ്ട് സമ്പാദിച്ചു തുടങ്ങുന്നതിനൊക്കെ മുൻപേ തന്നെ ഒരു ടേം ഇൻഷുറൻസ് ആദ്യം എടുത്തു വെക്കുക. 51ഓളം കമ്പനികളുടെ വിവിധ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് 15% വരെ വിലക്കുറവിൽ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതാത് മാസം നമ്മൾ പലപ്പോഴും റെസ്റ്റോറൻറ്റിലൊക്കെ കയറുന്നു, അതിൽ നിന്നൊരു തുക മാറ്റി വെച്ചാൽ പോലും ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുക്കാവുന്നതേ ഉള്ളൂ. 695 രൂപയൊക്കെ പ്രതിമാസം പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ കാണാം. ഇതിനു പുറമെ റൈഡറുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 59ഓളം ഗുരുതരമായ അസുഖങ്ങളിൽ ഏതെങ്കിലും നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ക്യാൻസർ, അങ്ങനെയാണെങ്കിലും കവറേജ് ലഭിക്കും. അതുപോലെ അപകടങ്ങളിൽ അംഗവൈകല്യം സംഭവിച്ചാൽ കവറേജ് ലഭിക്കുന്ന റൈഡറുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 99 വയസ്സ് വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ ഉൾപ്പെടെ 100% ക്ലെയിം അപ്രൂവൽ അഷ്വർ ചെയ്യുന്ന ടേം പ്ലാനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ 24/7 ക്ലെയിം അസിസ്റ്റൻസും അവൈലബിൾ ആണ്. പോളിസി കാലയളവിൽ നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത്ര നാളും അടച്ച തുക ഒടുവിൽ അവസാനം തിരികെ ലഭിക്കുന്ന വിധത്തിലുള്ള പ്ലാനുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഇന്ന് തന്നെ ഒരു മികച്ച ടേം ഇൻഷുറൻസ് എടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, വെറും 3.5 ലക്ഷം പൗരന്മാരുള്ള ഒരു രാജ്യമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിട്ട് നിൽക്കുന്നത്. കാരണം എന്താണ്? ലോകത്താകെയുള്ള നാച്ചുറൽ ഗ്യാസിന്റെ റിസർവുകളിൽ ഭൂരിഭാഗവും ഇരിക്കുന്നത് ഈ കുഞ്ഞ് ഖത്തർ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ അതിന്റെ കരപ്രദേശങ്ങളിലും സമുദ്ര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ടാണ്. ഇതൊരു ലോകാത്ഭുതം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഭൂമിക്കടിയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒന്നാമത് റഷ്യയാണ്. റഷ്യ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആകെ കരയുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ഭാഗവും റഷ്യയാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്രയും വലിയ റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ അത്ഭുതമൊന്നുമില്ല, സ്വാഭാവികം. 50 ട്രില്യൺ ക്യൂബിക് മീറ്റേഴ്സ് അത്രയുമൊക്കെയാണ് നാച്ചുറൽ ഗ്യാസ് റഷ്യയുടെ ഭൂമിക്കടിയിലായിട്ട് ഉള്ളത് പലയിടത്തായിട്ട്. രണ്ടാമത് ഇറാനിലാണ്. ഇറാനും വളരെ വലിയൊരു രാജ്യമാണെന്ന് നമുക്കറിയാം. അതും സ്വാഭാവികമെന്ന് പറയാം. ഒരു 34 ട്രില്യൺ ക്യൂബിക് മീറ്റർ ആണ് അവിടെ. എന്നാൽ മൂന്നാമത് വരുന്നത് ഈ പൊട്ട് പോലെയുള്ള കേരളത്തിന്റെ 4-1 മാത്രം വലിപ്പമുള്ള ഈ ഖത്തറിലാണ്.
ഈ ഉള്ള നാച്ചുറൽ ഗ്യാസ് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ആരാണ് കൊണ്ടുവച്ചത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അത്രയും വലിയ റഷ്യയിലുള്ളതിൻ്റെ ഏകദേശം പകുതിയോളം അത്രയും നാച്ചുറൽ ഗ്യാസ് ആണ് ഈ പറയുന്ന ഈ പൊട്ട് പോലെയുള്ള രാജ്യത്തിൻ്റെ ഭൂമിക്കടിയിലായിട്ടുള്ളത്. ഇത് തന്നെയാണ് അവരുടെ പവർ എന്ന് പറയുന്നത്. 4ാം സ്ഥാനം അമേരിക്കയാണ്. അമേരിക്കയും വളരെ വലിയൊരു രാജ്യമാണ് എന്ന് കരുതി ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഖത്തർ അല്ല, ആദ്യം അമേരിക്കയാണ്, പിന്നെ റഷ്യയാണ്, 3ാമതാണ് ഖത്തർ വരുന്നത്, 4ാമത് നോർവേ ആണ്. എന്താണെങ്കിലും നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ അവർക്ക് തന്നെ ഉപയോഗിക്കാം, അങ്ങനെ വളരെ സമ്പന്നമാണ് അവർ. ഇനി ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഖത്തർ ഒരിക്കലും വരില്ല. കാരണം അതൊരു ചെറിയ രാജ്യമാണ്, ചെറിയ പോപ്പുലേഷനേ ഉള്ളൂ. അത് യഥാക്രമം അമേരിക്ക, ചൈന, റഷ്യ ഇങ്ങനെയൊക്കെയാണ്. ഖത്തർ അവരുടെ പരമാവധി ഇട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളെയും പറയാറുണ്ടല്ലോ, പെട്രോളും ഡീസലും ഇഷ്ടം പോലെ ഉണ്ട്, അതിട്ടങ്ങ് കത്തിച്ചാൽ പോരെ കറണ്ട് ഉണ്ടാക്കാൻ, അല്ലാതെ നമ്മളെപ്പോലെ കൽക്കരി കുഴിച്ച് കത്തിക്കേണ്ടോ ഡാമുകൾ പണിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. സൗദി അറേബ്യ ഒരു ഉദാഹരണം എന്ന് പറയുന്ന പോലെ ഖത്തർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത് എത്ര വലിയൊരു വരുമാനമായിരിക്കും ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് കൊണ്ടു ചെല്ലുക. വെറും 3.5 ലക്ഷം പൗരന്മാരേ ഉള്ളൂ. ബാക്കി വരുന്ന ഒരു 30 ലക്ഷം ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ അവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്, അവരെ മുതലെടുക്കുകയാണ്. അല്ലെങ്കിൽ അതുവഴി നമുക്കൊക്കെയാണ് പ്രയോജനം, മലയാളികൾക്കും ഒക്കെ പ്രവാസി പണം വരുന്നു. പക്ഷെ 3.5 ലക്ഷം വരുന്ന ഈ പറയുന്ന പൗരന്മാർ, അതിൽ തന്നെ ഭരണത്തിൽ അവിടെ ഒരു രാജഭരണമാണെന്നറിയാം, രാജകുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചധികം ആളുകളുണ്ട്. ഇവരുടെ കയ്യിലേക്ക് വരുന്ന ഈ പണം എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തും ഇല്ലാത്തൊരു വലിയ പ്രത്യേകതയാണ്. ആ മണി പവറാണ് ഖത്തറിനെ ഖത്തറാക്കുന്നത്. പണം വെച്ചാണ് അവരുടെ കളികൾ മുഴുവൻ. ഇപ്പൊ 71 തന്നെ അവിടെ ക്രൂഡ് ഓയിലിന്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിലും ഈ പറയുന്ന സൗദി അല്ലെങ്കിൽ ഇറാൻ, ഇറാഖ്, UAE അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് കിടക്കുന്ന മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ അത്രയും വലിയ ക്രൂഡ് ഓയിൽ നിക്ഷേപം ഒന്നും ഖത്തറിൽ ഇല്ലായിരുന്നു. പിന്നീട് നാച്ചുറൽ ഗ്യാസ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 1996 ശേഷമാണ് ഈ നാച്ചുറൽ ഗ്യാസ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ടൊരു 10 വർഷം കൊണ്ടാണ് ഇപ്പോഴത്തെ ഖത്തറായത്. അതായത് നമ്മൾ കേൾക്കുന്ന പല ഗൾഫ് രാജ്യങ്ങളൊക്കെ നല്ല രീതിയിൽ വികസിച്ചതിനൊക്കെ ശേഷം വളരെ പെട്ടെന്ന് ഈ അടുത്ത കാലത്താണ്, അതായത് പ്രകൃതിവാതം എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. റഷ്യയുടെ തന്നെ ഒരു പ്രധാന ഗുണം എന്താണ്, അവർ അതിനുവേണ്ടി പ്രത്യേക പൈപ്പ് ലൈനും സംവിധാനങ്ങളും, ഇനി ഇത് കപ്പലുകളിലും അങ്ങനെയൊക്കെ കയറ്റി അയക്കണമെങ്കിൽ പോലും -160°C ഇത് തണുപ്പിക്കണം, അല്ലെങ്കിൽ അത്രയും പ്രഷറൊക്കെ അപ്ലൈ ചെയ്താണ് ഇത് കംപ്രസ് ചെയ്ത് 600-1 വോളിയം ഒക്കെ ആയിട്ട് മാറ്റിയിട്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുക. ഇതിനൊക്കെ വലിയ ടെക്നോളജി ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഖത്തർ നേടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഫുട്ബോളിൻ്റെയും അല്ലെങ്കിൽ വലിയ ക്ലബ്ബുകളുടെയും പണം എവിടെ ഒഴുകുന്നുണ്ടോ അതിൻ്റെ ഒക്കെ പേരിൽ ഖത്തറിനെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഖത്തർ ഒരു നല്ല രാജ്യമാണെന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. എല്ലാ മോശം സംഘടനകളെയും ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ. എന്തുകൊണ്ട് അമേരിക്ക ഇത് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേലൊക്കെ ഇത് സഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇസ്രായേലൊക്കെ പലപ്പോഴും ഖത്തറിനെതിരെ നടപടി സ്വീകരിക്കണം, ഇപ്പോൾ ഒരു ഉപരോധം വരുന്ന ഓർക്കുന്നുണ്ടാകും. ഈ പറയുന്ന ഖത്തറിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യയുടെ ഒരു അറ്റത്തായിട്ടാണ് ഇതിരിക്കുന്നതെന്ന് പറയാം, അതിനപ്പുറം കടലിനപ്പുറം ഇറാനാണ്. അപ്പോൾ ഇറാനും ഖത്തറും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആരോപിച്ചതാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയുടെയൊക്കെ ഒരു സമ്മർദ്ദം തന്നെ ഉണ്ട് അതിൽ. സൗദി അറേബ്യ, UAE ഇങ്ങനെ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളെല്ലാം ചേർന്ന് 2017 ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. സൗദി അറേബ്യ അവരുമായിട്ടുള്ള ബോർഡർ വരെ അടച്ചു. എന്താണ് കാരണം? ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല സംഘടനകൾക്കും ഇവർ പണം ഒഴുക്കുന്നു, ഞങ്ങളാരും ഇത്തരക്കാരല്ല, അതുകൊണ്ട് ഇവനെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് സൗദിയുടെയൊക്കെ നേതൃത്വത്തിൽ ഖത്തറിനെതിരെ ഉപരോധം കൊണ്ടുവന്നത്. അത് 2021 വരെ തുടർന്നു. പക്ഷെ ഇപ്പോൾ ഖത്തർ വീണ്ടും പഴയ പരിപാടി പൂർവാധികം ശക്തിയോടെ തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയാം. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഈ പറയുന്ന പോപ്പുലേഷനേ ഉള്ളൂ, ഇത്രയും പണവും കൺട്രോളിലുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഹമാസിന്റെ ആണെങ്കിലും ഹെസ്ബുള്ളയുടെ ആണെങ്കിലും ഈ പറയുന്ന എല്ലാ പ്രധാന നേതാക്കന്മാരും ഇസ്രായേൽ ഈ അടുത്തിടെ തട്ടിക്കളഞ്ഞ് എല്ലാവരും തന്നെ താമസിക്കുന്നതും അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നതും എല്ലാ കാര്യങ്ങളും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് അമേരിക്ക ഖത്തറിനെ തൊടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പഴയ ഹിസ്റ്ററിയാണ്. ഇപ്പോൾ ഇറാഖിൽ അമേരിക്ക എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെ ചീത്തപ്പേര് ഇനിയും മാറിയിട്ടില്ല. സദ്ദാം ഹുസൈൻ ഒരിക്കലും ഒരു നല്ല വ്യക്തിയൊന്നുമല്ല. പക്ഷെ വേറൊരു കാര്യം, സദ്ദാം ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും മോശമായിട്ട് ഒരിക്കലും ഇറാഖ് കിടക്കില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ സെക്കൻഡ് ചാനലിൽ ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്തതാണ്, ഇറാഖിനെ ആരാണ് നശിപ്പിച്ചത്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യം കാര്യം മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ അമേരിക്ക പണ്ടേ ഉണ്ടാക്കുന്ന, അല്ലെങ്കിലും ഇറാഖ് മാത്രമല്ലല്ലോ, പല രാജ്യങ്ങളും അമേരിക്ക ഇടപെട്ട് കുളമാക്കുന്നതിൻ്റെ ഒരു നല്ല ചീത്തപ്പേര് ഇപ്പം അമേരിക്കയിൽ തന്നെയും ഉള്ളപ്പോൾ ഇനി ഖത്തറിനെ കയറി പണിത് കഴിഞ്ഞാൽ അതൊരു തീരാ കളങ്കമായിട്ട് തന്നെ മാറും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറുവശത്ത് ഇപ്പോൾ ചൈനയുണ്ട്.
ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ട്. അമേരിക്കയുടെ ആ ലോക പോലീസ് എന്നുള്ളതൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് ആണെങ്കിലും പുട്ടിനുമായിട്ട് വലിയൊരു സൗഹൃദം പോലെയൊക്കെ പോകുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഈ റഷ്യയുമായിട്ട് പോലും അവരൊരു അനുരഞ്ജനത്തിൽ പോകുന്നത് റഷ്യയുടെ പവർ കണ്ടിട്ടല്ല, ചൈനയുടെ സാമ്പത്തിക ശക്തി കണ്ടിട്ടാണ്. അതാണ് പ്രധാന പോയിന്റ്. എന്നാൽ അത് പ്രത്യക്ഷത്തിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറാൻ ആണെങ്കിലും ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിൽ പോലും അമേരിക്കയോട് ഒന്ന് എതിർത്ത് പറഞ്ഞാൽ തീർന്നു, അവിടെ കാര്യങ്ങളെല്ലാം തീർന്നു. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളൊക്കെ രക്ഷപ്പെട്ടത് അമേരിക്കയോട് അവർ ബുദ്ധിപൂർവ്വം യോജിച്ച് നിന്നുകൊണ്ടാണ്. പക്ഷെ അടുത്തിടയ്ക്ക് സൗദി അറേബ്യ പോലും അമേരിക്കയുടെ ഇടയ്ക്കൊക്കെ ഒന്ന് മറുതലിക്കുന്നത് എന്തുകൊണ്ടാണ്? ചൈനയെ കണ്ടുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ചൈന റഷ്യ ഈ പറയുന്ന ഒരു സഖ്യം പോലെ വരുന്നതുകൊണ്ട് തന്നെയാണ്. നേരെ മറിച്ച് ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഖത്തർ എന്ന് പറയുന്ന രാജ്യം നല്ല രീതിയിൽ ഈ പറയുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാണ്. മണി മുഴുവൻ ഒഴുക്കുന്നതും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഖത്തറാണ്. പക്ഷേ ഈ പേരും പറഞ്ഞുകൊണ്ട് അമേരിക്ക ഖത്തറിൽ ഇടപെട്ടു എന്ന് വിചാരിക്കുക. ഇതേ കാര്യം തന്നെയാണ് പണ്ട് ഇറാഖിലും സംഭവിച്ചത്. ഇന്ന് ആരെങ്കിലും അമേരിക്ക ഇറാഖിൽ ചെയ്തത് നല്ലതാണ് എന്ന് പറയുമോ? ഒരിക്കലുമില്ല. എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ആളുകൾ നോക്കുമ്പോഴാണെങ്കിലും ഖത്തർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിട്ട് ഒരു പ്രശ്നവുമില്ല കിടക്കുന്നു. ഈ അമേരിക്ക എന്തിന് ഇങ്ങോട്ട് കയറി കുളമാക്കുന്നു എന്നുള്ള ഒരു ചോദ്യം മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് ഇതിൽ കുറഞ്ഞ ഡോസുകൾ അല്ലെങ്കിൽ ഉപരോധം പോലെയുള്ള കാര്യങ്ങൾ സൗദിയുടെയൊക്കെ നേതൃത്വത്തിൽ വെച്ചു കൊടുത്തത്. അതുകൊണ്ടൊന്നും ഖത്തർ നേരെയാവുന്ന ലക്ഷണമില്ല. ട്രംപ് എന്ന് പറഞ്ഞാൽ വെട്ടൊന്നും മുറി രണ്ട് ഒരു ടീമാണെന്നുള്ളത് നമുക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഖത്തർ ഇനി സൂക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഇന്റർനാഷണൽ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ പണി വരുന്നുണ്ട് പുറകെ എന്നുള്ള രീതിയിൽ. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കൻ ചേരിയിലാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ വികസിത രാജ്യങ്ങളും എന്ന് പറയാം. ഈ പറയുന്ന യൂറോപ്പിലെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അവിടുത്തെ ഒക്കെ യൂണിവേഴ്സിറ്റികളിൽ പോലും ഈ ഹമാസിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകൾക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക, അവരെ ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിർദ്ദേശം വരെ അമേരിക്ക ഇപ്പോൾ വെക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പോലും അതിപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ പിന്നെ ആ രാജ്യത്ത് നിൽക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് ഇസ്രായേലിന് അമേരിക്കയുടെ മേളിൽ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഖത്തർ നാളെ അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഖത്തർ പണി മേടിച്ച് തന്നെയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പ്രശ്നവുമില്ലാതെ ഇത്രയും ഭാഗ്യമായിട്ട് ഇത്രയും പണവും വരുമാനവും ഒക്കെ ഉള്ള ഒരു സമ്പന്ന രാജ്യം വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയിട്ട് വെറുതെ പണി വാങ്ങരുത് എന്ന് മാത്രമേ ഇപ്പം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപദേശിക്കാനുള്ളൂ. പക്ഷേ ഖത്തറിനിട്ട് പണി കിട്ടട്ടെ. അവിടെ നാച്ചുറൽ ഗ്യാസ് റിസർവ് ഈ കാര്യങ്ങളൊക്കെ അമേരിക്ക ഒരു ഉപരോധം വെച്ച് കഴിഞ്ഞാൽ തീർന്നു. ഇനി അത് ആരും വാങ്ങണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ തീർന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവരെക്കാളും കൂടുതൽ അത് ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. ഏറ്റവും അധികം പ്രവാസികൾ ഖത്തറിലുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ആകെ ഈ 30 ലക്ഷത്തിൽ നല്ലൊരു ഭാഗവും ഇന്ത്യക്കാരാണ്. അതിൽ നല്ലൊരു ഭാഗം മലയാളികളുണ്ട്. അപ്പൊ നമ്മളെയാണത് ബാധിക്കുക, സാമ്പത്തികമായിട്ടാണെങ്കിലും. ഇനി അതല്ല, അമേരിക്ക ഒരു അധിനിവേശം പോലെയൊക്കെ അങ്ങോട്ടൊക്കെ ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വഷളായി അവസാനം ഖത്തറിനെ ഒതുക്കാതെ രക്ഷയില്ല എന്ന് വരികയും അമേരിക്ക അങ്ങോട്ട് കയറുകയും ഒക്കെ ചെയ്താലും ആരെയാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുക? നമ്മുടെ ഒരുപാട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ തന്നെയാണ്. ഈ ഖത്തറിലുള്ള പൗരന്മാർ ഈ പറഞ്ഞ പോലെ ഒരു 3.5 ലക്ഷമേ ഉള്ളൂ. ആ 3.5 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഗാസയിൽ പോലും 25 ലക്ഷം ആളുകളുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം 40 ലക്ഷം ആളുകളുണ്ട്. പിന്നെ അമേരിക്കയ്ക്ക് തന്നെയുള്ള ഒരു വെല്ലുവിളി എന്താണ്? ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ഈ 3.5 ലക്ഷം അവിടുത്തുകാരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഇറാൻ എടുക്കുക, അവിടെ ഒരു 10 കോടി ജനങ്ങളുണ്ട്. അവിടെ കുത്തിത്തിരിപ്പ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അമേരിക്ക നേരെ ഇടപെടുകയല്ല ആദ്യം ചെയ്യുന്നത്. അവിടുത്തെ വിമതർക്ക് സപ്പോർട്ട് കൊടുത്ത് അവിടുത്തെ ഭരണം അട്ടിമറിക്കുക. അതായത് പച്ച മലയാളത്തിൽ അതിന് വേറൊരു പേരാണ് പറയേണ്ടത്, അതിനെ ന്യായീകരിച്ചതല്ല. പക്ഷെ അമേരിക്കയുടെ ഒരു രീതി ഇതാണ്. ഇത് ഖത്തറിൽ നടക്കില്ല. കാരണം അവിടുത്തുകാർ അല്ലെങ്കിൽ അവിടെയുള്ളവർ വളരെ കുറവാണ്. ഈ 3.5 ലക്ഷം ആളുകളേ ഉള്ളൂ. അതിനിടയിൽ പോയി എന്ത് വിമതരെ ഉണ്ടാക്കി എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ്? ഇതാണ് അമേരിക്കയുടെ പ്രധാന പണികളൊന്നും അവിടെ നടക്കാത്തതിന്റെ ഒരു കാരണം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 695 രൂപയൊക്കെ പ്രതിമാസ പ്രീമിയം അടച്ചാൽ 2 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ ഉൾപ്പെടെ വളരെ മികച്ച ടൈം ഇൻഷുറൻസ് പ്ലാനുകൾ 15% വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഓൺലൈനായി എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻകമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരുപാട് നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ അതൊരു മോട്ടിവേഷൻ പോലെ മറ്റു രാജ്യങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതും ഒരു റിയാലിറ്റിയാണ്. ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.